ആൻഡ് ആ എല്ലാ ടൈമിലും ഞാൻ അതൊക്കെ ചെയ്യുമ്പോഴും ഐ ഡിഡൻറ്റ് ഫൈൻഡ് കംഫർട്ട് ഇൻ എ ഫ്രണ്ട്. ഐ വെൻറ്റ് ഫോർ തെറപ്പി എടുക്കണം. നമ്മൾ എക്യുപ്ഡ് ആയ പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയി നമ്മുടെ പ്രോബ്ലംസ് പറയുമ്പോഴാണ് അവർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത്. പലപ്പോഴും സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു കൂട്ടുകാരനെ അനലൈസ് ചെയ്യുക, അവൻ്റെ ലൈഫോ അവൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫോ കേട്ട എക്സ്പീരിയൻസിലായിരിക്കും. അത് ചെയ്യരുത്. അത് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ പരാജയം തുടങ്ങും. എപ്പോഴും നമ്മളൊരു ഇതിന് അറിവുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് അവർ പറയുന്ന ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന എക്സസൈസുകൾ വെച്ചിട്ട് ലൈഫിനെ പൊക്കിക്കൊണ്ടുവരിക. ഞാനത് ചെയ്തതുകൊണ്ടാണ് ആ ടൈം സർവൈവ് ചെയ്തത്. ഇപ്പോഴും ഞാൻ തന്നെയുടെ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചിനോട് സംസാരിക്കണം, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ഇത് ഒന്നും ഞാൻ കേൾക്ക് പോലില്ല. ഞാൻ അവർക്ക് പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ സ്റ്റാർട്ടഡ് വിത്ത് തെറാപ്പി, യു ഓൾസോ ഡു ദ സെയിം. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ട്രോമയാണ് അവിടെ പ്രൊവോക്ഡ് ആവുന്നത്. എനിക്ക് ട്രിഗർ ആവും അത് കേൾക്കുമ്പോൾ. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനും വിക്റ്റിമായിട്ട് സർവൈവറായ ഒരാളാണ്. ഐ എം നോട്ട് എ ഡോക്ടർ. അതെനിക്ക് നല്ല ബോധമുണ്ട്. പലരും ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിക്ടിം ഫേസ് കഴിഞ്ഞു, അവർ സർവൈവ് ചെയ്തു, അത് കഴിയുമ്പോൾ അവർ കയറി അങ്ങ് ഡോക്ടറാവും. എന്തിന്? ഇറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ് ടു ഡു ദാറ്റ്. നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് നമ്മൾ അതിൻ്റെ എല്ലാ എക്യുപ്ഡായി നമ്മളൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. അതായത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ടു ഹാവ് ആൻ ഇൻറ്റിമേറ്റ് കണക്ട് വിത്ത് ദ പേഷ്യൻറ്റ്. അവരെപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവില്ല. നമ്മൾ ഈ കാണുന്ന എല്ലാവരുമായിട്ടും കയറി അറ്റാച്ച്ഡ് ആവും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓരോരുത്തർ കയറി ഓരോന്ന് ഒപ്പിക്കുക. സോ ഫോർ മീ ആ ട്രാൻസിഷൻ വാസ് വെരി പെയിൻഫുൾ, വെരി ട്രോമാറ്റിക്, ബട്ട് ഐ സർവൈവ്ഡ്. അതാണ് സംഭവിച്ചത്. അപ്പോഴും ഞാൻ പറയും, ഇത് കേട്ടിട്ട് പേടിച്ച് നിങ്ങൾ പുറകോട്ട് പോകുന്തോറും നിങ്ങൾ വീണ്ടും ആ ഷിറ്റ് ഹോളിൽ വീണ് കിടക്കത്തേ ഉള്ളൂ. സോ ബെറ്റർ ഡീൽ ഇറ്റ് ലൈക്ക് വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുക. ഓരോ ദിവസവും ഡീൽ ചെയ്യുക. അപ്പം നമ്മൾ അപ്പുറം എത്തും. നമ്മൾ ഇപ്പോൾ ലൈഫിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൂടെ നിർത്താൻ, എൻ്റെ ഇമോഷൻസൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് ടു ഫീൽ അറ്റ് ഹോം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് എനിക്ക് ആരും വേണ്ട. അപ്പോൾ അത് ഞാൻ രണ്ടെടുത്തിരിക്കാം. ഒന്ന് സൂപ്പർ പവർ എന്ന് പറയാം, എനിക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാം, ഞാൻ ഐ എം എ ഫൈറ്റർ ലൈക്ക് സൂപ്പർ പവർ, ഓർ ലൈക്ക് എ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയാം. ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഈ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞ സൈഡ് എന്താ എനിക്ക് മനസ്സിലായില്ല. വേറെ സൂപ്പർ ഹ്യൂമൻ, വേറെ സൂപ്പർ ഹ്യൂമനെ വേണം. ആണോ? എനിക്ക് മറ്റത് മണ്ടത്തരമാണ്. കുറച്ച് എക്സോസ്റ്റഡ് ആയി പോവും. ഐ ആം ഡൂയിങ് ഇറ്റ് ഇസ് നോട്ട് വെരി ഗുഡ്. നമുക്ക് ദർ ഇസ് എ സെർട്ടൻ എമൗണ്ട് ഓഫ് പീസ് അത് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങളുടെ ബേർഡൻ നമുക്ക് വേണ്ട. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ കൂടെ ജീവിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്.